ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് പൊറോട്ടയും ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം, അതിന് ശേഷം പൊറോട്ട ഉണ്ടാക്കാം. പിന്നെന്താ, രാവിലെ തന്നെ എണീച്ചിട്ട് ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടി വല്ലാത്ത പാടല്ലേ. അങ്ങ് സ്റ്റാർട്ടായി കുറച്ച് സമയം കഴിഞ്ഞാൽ ഓക്കെ ആവും. രാവിലെ തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും അല്ലേ, എനിക്കങ്ങനെയാണ്. അപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൊറോട്ട ചുടാം. പൊറോട്ട പാക്കറ്റ് പൊറോട്ട വാങ്ങുന്നില്ല, അതാണ് അത് ഹാഫ് ബോയിലായിട്ടുണ്ടാവും. അപ്പോൾ പൊറോട്ടയെല്ലാം റെഡിയായി, രജിയാട്ടനും പിള്ളേരും കഴിച്ചിട്ട് പോയി. ഇനി നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചോറിൻ്റെയും കറീൻ്റെയും പരിപാടി നോക്കാം. ചോറ് ഞാൻ ഓൾറെഡി അടുപ്പത്ത് വെച്ച്. ഇനി കറി വെക്കാൻ വേണ്ടി മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. അപ്പം മത്തി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറി ഉണ്ടാക്കാം. അതൊക്കെ പെരക്കി വെച്ച് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം മുറിച്ചിടാം. അപ്പോൾ മീൻ കറിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തക്കാളിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് കാബേജ് ആണുള്ളത്. കാബേജ് മുറിച്ചിടാം. കാബേജ് വറവും പിന്നെന്താ മത്തിക്കറിയും പിന്നെ മത്തി പൊറിക്കും വേണം. അപ്പോൾ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അത് നന്നായി പതച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പൊരിക്കണം. അപ്പോൾ അതാ മീനും പൊരിച്ചു, അതും റെഡിയായി. മത്തി പൊരിച്ചതും റെഡിയായി, മീൻ കറിയായി, മത്തി പൊരിച്ചതായി. ഇനി കാബേജ് വറവും കൂടെ ആക്കി എൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ചോറും കറിയും എല്ലായി, വറവും എല്ലായി. ഇനി കുളിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ എല്ലാവരും വരൂ, നമുക്ക് ഫുഡ് കഴിക്കാം. മത്തിക്കറിയുണ്ട്, മത്തി പൊരിച്ചതുണ്ട്, ക്യാബേജ് വറവുണ്ട്. അച്ചാർ വേണ്ട ആൾക്ക് അച്ചാറും എടുക്കുക. അപ്പോൾ ഇനി ബേക്കറി പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ദിവസം. ഇനി ബേക്കറിയിലിരിക്കും, രജിയേട്ടനുണ്ടാടാം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം തീരുന്നത്. അപ്പോൾ എല്ലാവർക്കും ബായ്.